കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ നടക്കുന്ന മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് സർക്കാരും സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണം സംബന്ധിച്ച് സർവകലാശാലയും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് കോടതികൾ പരിഗണിക്കുന്നുണ്ട്. കൊച്ചിയിലെ PMLA കോടതിയിലാണ് ആ കേസ് പരിഗണിക്കുന്നത്. ഈ രണ്ട് വാർത്തകളുടെയും വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ കുസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ നിന്ന് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമുണ്ട്. ഇതടക്കമുള്ള റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതിന് ശേഷമായിരിക്കുമോ ഇപ്പോൾ ഹർജിയിലെ ആവശ്യം അതിലേക്ക് കോടതി കടക്കുക എന്നതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. കാവ്യ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഇത്തരത്തിൽ ഈ കുസാറ്റ് ദുരന്തത്തിൽ 4 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി നേരത്തെ കോടതിയുടെ പരിഗണനയിൽ വന്നു. ആ സമയത്ത് സർക്കാർ അറിയിച്ചത് ഈ സർവകലാശാലകളിലും ക്യാമ്പസുകളിലുമൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ പ്രത്യേക മാർഗരേഖ പ്രകാരം മാത്രമേ ഇനി മുതൽ പരിപാടി സംഘടിപ്പിക്കാൻ പാടുകയുള്ളൂ എന്ന തരത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കി വരികയാണ് എന്ന് സർക്കാർ കോടതി അറിയിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ മാർഗരേഖയുടെ പകർപ്പ് ഹാജരാക്കണം എന്ന് ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ മാർഗരേഖയുടെ പകർപ്പ് കോടതിയിലെത്തും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പല തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കുന്നുണ്ട്, സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണം, പോലീസ് അന്വേഷണം, അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളുടെയൊക്കെ റിപ്പോർട്ട്, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കണം എന്ന് സർക്കാരിനോടും സർവകലാശാലയോടുമൊക്കെ കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ തരത്തിൽ ആ റിപ്പോർട്ടുകളും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് കരുതുന്നത്. ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ നമുക്കറിയാം, സർവകലാശാലയിൽ ഈ അപകടം നടന്ന ആ പരിപാടിയുടെ സംഘാടനത്തിൽ അതിന് നേതൃത്വം നൽകിയ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അന്ന് അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നു, ഒപ്പം 2 അധ്യാപകർ, ഈ 3 പേരെയും പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹു ഈ കേസിൽ ഈ ഹർജിയിൽ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. തന്നെയും മറ്റ് 2 അധ്യാപകരെയും ബലിയാടാക്കിക്കൊണ്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന കാര്യം സർവകലാശാലയെ അറിയിച്ചിരുന്നതാണ്. അക്കാര്യമൊക്കെ സർവകലാശാല മറച്ചു വയ്ക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അധിക സത്യവാങ്മൂലം. അദ്ദേഹവും ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ, വിവിധ വാദങ്ങൾ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അതിലൊരു തുടർവാദവും ആകും ഇന്ന് കോടതിയിൽ ഉണ്ടാവുക എന്നാണ് കരുതുന്നത്.